ലൈംഗികാരോപണ വിധേയരിൽ കോൺഗ്രസ് നേതാവും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മോശമായി പെരുമാറിയെന്ന നടി മിനു മുനീർ. നിതിൻ പ്രഭാകരൻ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഇദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ പരാതികളാണ് നടി മിനു മുനീർ ഉന്നയിക്കുന്നത്? ഫിജി, കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഈ മിനു മുനീറിന്റെ ഫേസ്ബുക്ക് പേജിൽ അവർ അനുഭവിച്ച അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടായ അതിക്രമത്തെക്കുറിച്ച് അവർ പങ്കുവച്ചിരുന്നു. ഇതിലാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നൊരു പേര് അവർ പറയുന്നത്. ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ ഹൈക്കോടതി അഭിഭാഷകനാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും KPCCയുടെ നിയമസഹായ വിഭാഗത്തിന്റെ ചെയർമാനുമാണ് ഈ ചന്ദ്രശേഖരൻ. KPCC അധ്യക്ഷൻ K. സുധാകരന്റെ അടുത്ത അനുയായിയാണ്. K. സുധാകരൻ കോൺഗ്രസ് അധ്യക്ഷ പദത്തിലേക്ക് എത്തിയ ശേഷം KPCC അധ്യക്ഷ പദത്തിലേക്ക് എത്തിയ ശേഷമാണ് ഇദ്ദേഹത്തെ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി നിയോഗിച്ചത്. ഈ മിനു മുനീർ പറയുന്ന ഒരു കാര്യം, ഈ ചന്ദ്രശേഖരൻ തന്നെ ബോൾഗാട്ടിയിലെ, അതായത് ബോൾഗാട്ടി പാലസ്, ഹൈക്കോടതിക്ക് അടുത്തുള്ള ബോൾഗാട്ടി പാലസിൽ ഒരു സംവിധായകനെ പരിചയപ്പെടുത്താനായി ഈ ചന്ദ്രശേഖരൻ തന്നെ കൊണ്ടുപോയെന്നും അവിടെ എത്തിയ ശേഷം ദുബായിലെ ഒരു വ്യവസായിയായ ഈ സംവിധായകൻ്റെ അടുത്ത് തന്നെ എത്തിച്ച ശേഷം ഈ ചന്ദ്രശേഖരൻ അവിടെ നിന്നും പോയെന്നും ഈ മിനു മുനീർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ നമ്മളോടും കേരള വിഷൻ ന്യൂസിനോടും ഇക്കാര്യം വളരെ കൃത്യമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെതിരെ ഇപ്പോൾ ഗുരുതരമായ ആരോപണം പുറത്തു വന്നിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇതുവരെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. എന്തായാലും ഏറെ ഗുരുതരമായ അല്ലെങ്കിൽ ഏറെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് ഈ മിനു മുനീർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. 2013 11 വർഷക്കാലം മുമ്പാണ് ഈ സംഭവം നടന്നതെന്നും മിനു മുനീർ പറയുന്നുണ്ട്. എന്തായാലും അന്ന് അദ്ദേഹം ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്. എന്നാൽ ഇന്ന് ഈ ചന്ദ്രശേഖരൻ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും അതോടൊപ്പം തന്നെ KPCC നിയമ സഹായ വിഭാഗത്തിന്റെ ചെയർമാനുമാണ്. ഫിജി, നിതിൻ, ഈ സംവിധായകൻ ആരാണ് എന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അത് നമുക്ക് വെളിപ്പെടുത്താനുള്ള ഒരു സാഹചര്യമുണ്ടോ? ഈ സംവിധായകൻ എന്ന് പറയുന്ന വ്യക്തി സിനിമയിലേക്ക് പുതുതായി കടന്നു വന്ന ഒരാളാണ്. അയാളുടെ പേര് പോലും ഇവർക്ക് അറിയില്ല. അവർ നമ്മളോട് പങ്കുവെച്ച വിവരത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ഒരു പുതുമുഖമായ ഒരു വ്യക്തിയാണ്, ദുബായ് കേന്ദ്രീകരിച്ച് വ്യവസായം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് സിനിമ സംവിധാനം ചെയ്യണമെന്ന ഒരു ആഗ്രഹവുമായി കൊച്ചിയിലെത്തി. അങ്ങനെ ചന്ദ്രശേഖരൻ വഴി നായികയാക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് ഇവരെ ബോൾഗാട്ടി പാലസിലേക്ക് എത്തിച്ചതെന്ന് മാത്രമാണ് ഈ മിനു മുനീർ പറയുന്നത്. മറ്റൊന്നും അദ്ദേഹത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്നും മിനു മുനീർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ചന്ദ്രശേഖരൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് കോൺഗ്രസ് നിയമസഭ സഹായ വിഭാഗത്തിന്റെ തലവനാണ്, ചെയർമാനാണ് ചന്ദ്രശേഖരൻ. അതോടൊപ്പം തന്നെ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത്. ഫിജി, നിതിൻ, എന്തായാലും ഈ ചന്ദ്രശേഖരൻ അത്തരത്തിൽ ഒരു മോശമായ ഇടപെടൽ നടത്തി എന്നല്ലേ അറിയേണ്ടത്? ചന്ദ്രശേഖരൻ ഒരു പുതുമുഖ സംവിധായകനെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോവുക, അദ്ദേഹത്തെ ഏൽപ്പിച്ചു മടങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ഈ ചന്ദ്രശേഖരൻ ഗുരുതരമായ ഒരു ഇടപെടൽ, മ്ലേച്ഛമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തി എന്നല്ലേ അറിയേണ്ടത്? തീർച്ചയായും അവർ ഈ ചന്ദ്രശേഖരന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിച്ചിരുന്നു, അതായത് ഏത് രൂപത്തിലാണ് ചന്ദ്രശേഖരൻ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, എന്നെ ദുബായിലുള്ള ഒരു വ്യക്തി കാണാനുണ്ടെന്ന് പറഞ്ഞു, എന്നെയും കൂട്ടി ബോൾഗാട്ടി പാലസിൽ എത്തിച്ചു. തുടർന്ന് അവിടെ നിന്നും അദ്ദേഹം ചന്ദ്രശേഖരൻ അവിടെ നിന്നും മടങ്ങിയ ശേഷം വൈകിട്ട് 4 മണിയായപ്പോൾ ഈ മിനു മുനീർ ഈ ദുബായിലുള്ള വ്യവസായിയോട് പറഞ്ഞു, എനിക്ക് തിരികെ മടങ്ങണം, എൻ്റെ കുട്ടികൾ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ എനിക്ക് വീട്ടിലെത്തണം. അപ്പോൾ ഈ സംവിധായകൻ എന്ന് പരിചയപ്പെടുത്തിയ വ്യക്തി പറഞ്ഞത്, എന്നോട് ചന്ദ്രശേഖരൻ പറഞ്ഞത്, അതായത് ഇപ്പോൾ ആരോപണം നേരിടുന്ന വ്യക്തി പറഞ്ഞത്, ഈ മിനു മുനീർ എന്ന് പറയുന്ന ആൾ ഏതു വിധത്തിലും സഹകരിക്കാൻ തയ്യാറുള്ള ആളാണ്. അതായത് ഡ്രിങ്ക്സ് കഴിക്കാറുണ്ടോ, മദ്യം ഉപയോഗിക്കാറുണ്ടോ എന്ന് ഈ സംവിധായകൻ ചോദിച്ചെന്നും മിനു മുനീർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത്തരത്തിൽ ചന്ദ്രശേഖരൻ പറഞ്ഞെന്നാണ് മിനു മുനീറിന്റെ വെളിപ്പെടുത്തൽ. അവർ കേരള വിഷനോട് വെളിപ്പെടുത്തിയ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ട് വന്നതാണെന്നും മിനു മുനീർ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. ഫിജി, ഇപ്പോൾ ചന്ദ്രശേഖരനെ നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. നിതിൻ, ചന്ദ്രശേഖരൻ പറയുന്നു ഇത്തരത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല, അവരുടെ ആരോപണത്തിന് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് ചന്ദ്രശേഖരൻ പറയുന്നത്. ഒപ്പം പരാതി അവർ നൽകട്ടെ, അപ്പോൾ മറ്റു കാര്യങ്ങൾ നോക്കാം എന്ന് പറയുന്നു. ഒരു കൃത്യമായ ഒരു ഒഴിഞ്ഞുമാറൽ അല്ലെങ്കിൽ ഇത് നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ യാതൊരു പ്രതികരണത്തിനുമില്ല എന്നാണ് ചന്ദ്രശേഖരൻ പറയുന്നത്.
തീർച്ചയായും അദ്ദേഹം പ്രതികരണത്തിനില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. കാരണം ഈ മിനു മുനീർ ഉന്നയിച്ച ആരോപണം സത്യമാണ് എന്നിപ്പോൾ ചന്ദ്രശേഖരന് ബോധ്യമായിട്ടുണ്ടാകാം. അതായത് 11 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് മിനു മുനീർ ഇപ്പം പൊതുജനത്തിന് മുമ്പാകെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ വെളിപ്പെടുത്തൽ ഇത്രയും വൈകി ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ അദ്ദേഹം പോലും കരുതിയിട്ടുണ്ടായില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തലോടുകൂടി അദ്ദേഹത്തിന് എന്തു പറയണമെന്ന ഒരു സംശയം ഇപ്പോഴുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുതന്നെയായിരിക്കും അദ്ദേഹം നമ്മൾ വിളിച്ചപ്പോൾ നമ്മുടെ PCR നിന്നും ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അത്തരത്തിൽ തനിക്കൊന്നും പ്രതികരിക്കാനില്ല, കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ പറയാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മിനു മുനീറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് താൻ ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിരോധത്തിലേക്ക് തന്നെയാണ് ഇത്. പ്രതിരോധത്തിൽ കോൺഗ്രസിനെ ആക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് മുകേഷിനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തുമ്പോഴാണ് മറുഭാഗത്ത് കോൺഗ്രസിന്റെ നിയമ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന, കോൺഗ്രസ് പ്രവർത്തകർക്ക് നിയമസഹായം നൽകുന്ന സംവിധാനത്തിന്റെ സംസ്ഥാന ചെയർമാന് ഇത്തരത്തിൽ ഒരു ആരോപണം നേരിടേണ്ടി വന്നു എന്നൊരു ഗുരുതരമായ ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ K സുധാകരന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ കൂടിയാണ് ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി. ഫിജി, നിതിൻ, നമുക്ക് ഈ മിനു മുനീർ ഉന്നയിച്ച അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ കാര്യം എന്താണ് എന്ന് നമുക്ക് ഇപ്പോൾ ഒന്ന് കേൾക്കാം. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഹൈക്കോർട്ടിലുള്ള ആളാണ്. ഇദ്ദേഹം ഒരു പ്രൊഡ്യൂസറായിരുന്നു, ഏതോ സിനിമയിലെ കോ പ്രൊഡ്യൂസറായിരുന്നു. ഞാനും കോ പ്രൊഡ്യൂസറായിട്ടാണ് അതിനകത്ത് നിന്നത്. അപ്പം 3 ദിവസം അതിനകത്ത് കലാഭവൻ മണിച്ചേട്ടൻ്റെ വൈഫായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മിനു നമുക്ക് അവിടെ ഒരാളെ വന്നിട്ടൊന്നും പോയി പരിചയപ്പെടാം, നമുക്ക് ലൊക്കേഷൻ ഒന്ന് കാണാം ബോൾഗാട്ടിയിൽ. എന്നെ വിളിച്ചുകൊണ്ട് പോയി ഞാൻ പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവിടെ റിസോർട്ടിൽ ഒരാളെ എന്നെ പരിചയപ്പെടുത്തി. ഇയാളാണ് മെയിൻ പ്രൊഡ്യൂസർ. ഞാൻ പറഞ്ഞാൽ ദുബായിലാണ്, ഹീസ് കെയിം ഫ്രം ദുബായ്. ഞാൻ പറഞ്ഞാൽ ഐ വാസ് ആസ് ഇൻ ദുബായ്, ഞാൻ കരാമയിലായിരുന്നു. ഞാൻ വളരെ ഫ്രണ്ട്ലി ആയി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ അഡ്വക്കേറ്റിനെ കാണാനില്ല, അയാൾ മുങ്ങി. അപ്പോൾ ഞാൻ വെച്ചാൽ വെരി ഹീസ് ഗോൺ. അപ്പോൾ അവരേക്ക് അപ്പോൾ ഞാൻ പുള്ളിക്കാരോണ്ട് വെയിറ്റ് ചെയ്തു വരട്ടെ. പിന്നെ 3 മണിയായി. ഇപ്പോൾ എൻ്റെ പിള്ളേർ സ്കൂളിൽ നിന്ന് വരേണ്ട സമയമായി. ഞാൻ പറഞ്ഞ സാറേ ഞാനൊന്ന് ഇറങ്ങട്ടെ, പിള്ളേർ വരേണ്ട സമയമായി. പുള്ളിക്കാരൻ വന്നാൽ പറഞ്ഞാൽ ഞാൻ പോയിന്ന്. അങ്ങനെ പെട്ടെന്ന് പോയാൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ പുള്ളിക്കാരൻ എങ്ങനെ എൻ്റെ തോളെ എങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയും പറയും ഒരുമാതിരി തലോടലൊക്കെ. ഞാൻ പറഞ്ഞു അയ്യോ വാട്ട് ഇസ് ദിസ് ഇതെന്താ ഇങ്ങനെ. അപ്പം അല്ല ഒന്നും അറിയത്തില്ല, അതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ എന്നോട് പറഞ്ഞല്ലോ മിനു കമ്പനി തരുമെന്ന്. ഏതാ ഡ്രിങ്ക്സ് വേണ്ടേ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഡ്രിങ്ക്സ്, ഫുഡ് പറയട്ടെ. ഞാനങ്ങ് സ്വന്തം ബ്ലിങ്കായിപ്പോയി. ഞാൻ പറഞ്ഞു നോ, ഞാനങ്ങനെ ഡ്രിങ്ക്സും എന്തായാലും ഡ്രിങ്ക്സ് തൊട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രിങ്ക്സും വേണ്ട ഒന്നും വേണ്ട, ഞാൻ പൊക്കോട്ടെ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ഒരാളുമല്ല, ലൊക്കേഷൻ കാണാൻ വന്നതാണ്. ഇദ്ദേഹം വിളിച്ചിട്ട് വന്നാൽ ഇദ്ദേഹം എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. പറഞ്ഞു മിനു എല്ലാ കമ്പനിയും തരും, ഡ്രിങ്ക്സൊക്കെ അടിക്കാൻ കൂടും. ഞാൻ പറഞ്ഞു സോറി ഞാൻ പോട്ടെ, നിങ്ങൾ ഉദ്ദേശിച്ച അങ്ങനെ ഇറങ്ങിപ്പോയി. പക്ഷേ ഇയാൾ എന്നെ കൂട്ടിക്കൊടുക്കുക, ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എന്നെ കൂട്ടിക്കൊടുക്കാൻ അയാളടുത്ത് കൊണ്ടിട്ട് അയാൾ മുങ്ങിയത് ശരിയായോ? ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചേരുന്നു, കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാവ്. ശ്രീ ജ്യോതികുമാർ, ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരനെതിരെയാണ് ഒരു നടി, അതായത് മിനു മുനീർ. നേരത്തെ അവർ പലരെ കുറിച്ചും പരാതി പറഞ്ഞിരുന്നു, അത് ചെറുതായി കാണേണ്ട. പക്ഷേ ഇപ്പോൾ ചന്ദ്രശേഖരനെ കുറിച്ചും കേരള വിഷനോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ചന്ദ്രശേഖരൻ ഒരു പ്രൊഡ്യൂസർ, ഒരു നിർമ്മാതാവ്, ഒരു സംവിധായകന്റെ അടുത്ത് ബോൾഗാട്ടിൽ പാലസിൽ വെച്ച് ഒരു സംവിധായകനെ പരിചയപ്പെടുത്തുന്നു. അയാൾ ഇവരോട് മോശമായി പെരുമാറി. ചന്ദ്രശേഖരൻ അയാളുടെ അടുത്ത് ഇവരെ ഏൽപ്പിച്ചു പോവുകയാണ് ചെയ്തത്. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് ചന്ദ്രശേഖരൻ കൂട്ടിക്കൊണ്ടുപോയതെന്ന് പറയുന്നു. ഇപ്പോൾ കോൺഗ്രസ് ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇടതുപക്ഷമെന്നൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ നമ്മുടെ സഹോദരിമാർ സിനിമാ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് അവർക്ക് ദുരനുഭവമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷിക്കുക തന്നെ വേണം. ഇപ്പോ സർക്കാർ പുതിയ സമിതിയൊക്കെ വെച്ചിരിക്കുന്നു. ഏതായാലും അതിൽ ബന്ധപ്പെട്ടുള്ളവർ ഇറസ്പെക്റ്റീവ് ഓഫ് ആരായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് തന്നെയാണ് നിലപാട്. ഇതിനകത്ത് പിന്നെ അതിജീവിതയോടൊപ്പം അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ സഹോദരിമാരോടൊപ്പം ഇത്തരത്തിൽ നിൽക്കും എന്ന് പറയുകയും എന്നാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന നിലപാടല്ല കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരായാലും അവർ ഇത്തരത്തിൽ നമ്മുടെ സഹോദരിമാരെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവരെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുക തന്നെ വേണം. എന്തായാലും മുകേഷ് MLA-ക്കൊക്കെ എതിരെ കോൺഗ്രസ് വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇതൊക്കെ കോൺഗ്രസിനും ഇപ്പോൾ ബാധകമാകുന്നു, അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിന്റെ ഭാഗത്തേക്ക് കോൺഗ്രസും നീങ്ങേണ്ടി വരുന്നു എന്നില്ലേ? അല്ല, ഇതിപ്പോ ഞാൻ നിങ്ങളുടെ വാർത്തയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതാവാണെന്നാണ്. ഏത് നേതാവായാലും അദ്ദേഹത്തിനെതിരെയും നടപടിയെടുക്കേണ്ടതുണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ചെയ്തതായി ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു തർക്കവുമില്ല അത്തരം കാര്യങ്ങളിലൊന്നും.
എന്തായാലും ഇത്തരത്തിലുള്ള വാക്കാലുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഇതിനൊക്കെ എത്രമാത്രം വില കൽപ്പിക്കേണ്ടത്? ഞാൻ പൊതുവായി പറഞ്ഞതാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചായ്വ് വെച്ചോ മറ്റോ ഒന്നുമല്ല ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള ഉയർന്നു വരുന്ന ആരോപണങ്ങളെ എങ്ങനെയാണ് താങ്കളും മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? മറ്റു പലർക്കെതിരെ നമ്മൾ പ്രതിഷേധം ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിൽ സ്വന്തം പാളയത്തിൽ ഒരാൾക്കെതിരെ ഒരു സൂചന വരുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ മലയാളത്തിലാണല്ലോ പറയുന്നത്. ഈ സ്വന്തം പാളയത്തിൽ നിന്നോ മറുപാളയത്തിൽ നിന്നോ ഒരു വ്യത്യാസമില്ല. ഈ വിഷയത്തിൽ ആര് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ നിയമാനുസൃതം പോവുക തന്നെ വേണം. അവരുടെ പരാതി ഗൗരവത്തിലെടുത്തുകൊണ്ട്, വിശ്വാസത്തിലെടുത്തുകൊണ്ട് തുടർ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാം എന്ന് സമ്മതിച്ചുകൊണ്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകണം. ഇത്തരത്തിൽ ആക്ഷേപം, ആരോപണം ആർക്കെതിരെ വന്നിട്ടുണ്ടോ അവരെല്ലാം ഇതിൽ നീതിപൂർവമായ അന്വേഷണം നേരിടുക തന്നെ വേണം. അവർ മാത്രമല്ല, അവർ വഹിക്കുന്ന സ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമുള്ള ആക്ഷേപങ്ങളാണ് വരുന്നതെങ്കിൽ അവർ വഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും വേണം. അതിനെന്താ തർക്കം? അത് പൊതുവായ ഒരു കേരളീയ സമൂഹത്തിൽ പൊതുവായി ഉണ്ടാകേണ്ട ഒരു കീഴ്വഴക്കമല്ലേ, ഉണ്ടായിട്ടുള്ള കീഴ്വഴക്കമല്ലേ, അതല്ലേ അതിന്റെ ശരി. അതിനകത്തൊരു വ്യത്യാസവുമില്ല. എന്തായാലും ആരോപണത്തിൽ ഒരു ഗൗരവമുണ്ട് എന്ന് തോന്നിയാൽ പാർട്ടി നടപടിയെടുക്കുമോ? ആരോപണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സ്വമേധയാ മാറി നിൽക്കുക, അല്ലെങ്കിൽ പാർട്ടി നടപടിയെടുക്കുകയോ വേണമല്ലോ. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോ ഇത്രയും ഗൗരവമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ ഞങ്ങൾ സഹോദരിമാരോടൊപ്പം നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയാ, ഇത്തരത്തിൽ അതിജീവിതകൾ അവരോടൊപ്പം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു രാഷ്ട്രീയവും നോക്കേണ്ടതില്ല. ഇതിനകത്ത് രാഷ്ട്രീയം ഒരു ഘടകമേ അല്ല. അല്ലാതെ തന്നെ ഇപ്പോ മുകേഷ് ആയാലും മറ്റൊരാളായാലും ആരായാലും, രാഷ്ട്രീയ രംഗത്തുള്ളവരാകട്ടെ സിനിമാ രംഗത്തുള്ളവരാകട്ടെ, അവർ നമ്മുടെ സഹോദരിമാർക്കെതിരെ അരുതായ്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതിനകത്ത് ഒരു രണ്ടഭിപ്രായത്തിന്റെ കാര്യമേ ഇല്ല. ശരി, വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. എന്തായാലും നിതിനിലേക്ക് തിരികെ എത്തുകയാണ്. നിതിൻ, ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത്. നമുക്കറിയാം, മുകേഷിനൊക്കെ എതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുകയാണ് കൊല്ലത്തും മറ്റും. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ കോൺഗ്രസിനെയും പ്രതിരോധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതിനൊക്കെ വ്യക്തമായൊരു ഈ മിനു എന്ന് പറയുന്ന നടി, അവർ ഇതിനൊക്കെ ഒരു പരാതിയായി ഉന്നയിച്ച് നീങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? അതാണ് ചന്ദ്രശേഖരൻ പറയുന്നത്, പരാതിയായിട്ട് വരട്ടെ, അപ്പോൾ നോക്കാമെന്ന്. മിനു മുനീറിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ കൃത്യമായി പറയുന്നത്, ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. വെളിപ്പെടുത്തൽ ഇന്നാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ കാര്യം അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ച് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. ഒരു ശുദ്ധി കലശമാണ് താൻ ലക്ഷ്യമിടുന്നത്. ഇനി ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഒരു സ്ത്രീക്കും മലയാള സിനിമാ മേഖലയിൽ നിന്ന് ഉണ്ടാവരുതെന്നാണ് മിനു മുനീർ പറയുന്നത്. അവർ അത്തരത്തിൽ നിയമ നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ 4 നടന്മാർക്കൊപ്പം നേരത്തെ അവർ ആരോപണം ഉന്നയിച്ച മുകേഷ് MLA, മണിയൻപിള്ള രാജു, അതോടൊപ്പം തന്നെ ഇടവേള ബാബു, ജയസൂര്യ തുടങ്ങിയവർക്കൊപ്പം ഇപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രബലനായ ഒരു നേതാവ് കൂടി കേസിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ KPCC അധ്യക്ഷൻ K സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമാണ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ. ഈ VS ചന്ദ്രശേഖരനും കൂടി ഇത്തരത്തിൽ ഒരു ആരോപണം വന്നപ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് രഞ്ജിത്തിനും മുകേഷ് MLA-ക്കുമെതിരെ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവിന്റെ ഒരു പേര് കൂടി, അതായത് സംസ്ഥാനത്ത് KPCC-യുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ള VS ചന്ദ്രശേഖരന്റെ പേര് കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഫിജി, ഇതിന് ഈ മിനുവിന് എങ്ങനെയാണ് ഈ കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരനുമായിട്ടുള്ള അടുപ്പം, ബന്ധം എന്നത് വ്യക്തമാണോ? അവർ അക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടോ? കാരണം ഇദ്ദേഹമാണല്ലോ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. തീർച്ചയായും ഫിജി, ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ചില സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ബന്ധത്തിന്റെ പേരിലാണ് ഈ മിനു മുനീറുമായി പരിചയത്തിലാവുന്നത് എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് ഈ മിനു മുനീറിനെ ദുബായിൽ നിന്നെത്തിയ വ്യക്തിയുമായി പരിചയപ്പെടാൻ ഇയാൾ ബോൾഗാട്ടി പാലസിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നതെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ സിനിമയിൽ നിന്ന് ഉടലെടുത്ത ബന്ധമാണ് മിനു മുനീറുമായുള്ളത്. ആ ബന്ധമാണ് ചന്ദ്രശേഖരൻ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് മിനു മുനീറിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫിജി, ചന്ദ്രശേഖരൻ എന്താണ് ലക്ഷ്യമിട്ടത് എന്ന് വ്യക്തമാണോ ദീദിൻ? കാരണം അദ്ദേഹം ഈ നടിയെ അവിടെ കൊണ്ടെത്തിക്കുന്നു, എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ് ചെയ്തത്, അവിടുന്ന് മുങ്ങുകയാണെന്നാണ് അവരുടെ വാക്കുകളിൽ പറയുന്നത്. എന്താണ് അദ്ദേഹം ഇത് ലക്ഷ്യമിട്ടത്? ഒരു ഇടനിലക്കാരന്റെ, ഒരു കൂട്ടിക്കെടുപ്പുകാരന്റെ റോളായിരുന്നോ ഈ ചന്ദ്രശേഖരന്?
തീർച്ചയായും മിനു മുനീർ അത് നമ്മളോട് പങ്കുവച്ച പ്രതികരണത്തിൽ അവർ പറയുന്നത് കൂട്ടിക്കൊടുപ്പുകാരൻ്റെ റോളാണ് ഈ ചന്ദ്രശേഖരൻ സ്വീകരിച്ചതെന്ന് മിനു മുനീർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് അനുസരിച്ച് ഈ ചന്ദ്രശേഖരൻ ബോൾഗാട്ടി പാലസിൽ എത്തിച്ച് ഈ മിനു മുനീറിനെ എത്തിച്ച് അവിടെ നിന്ന് പോയി എന്നാണ് അവർ തന്നെ പറയുന്നത്. അവരുടെ വാക്കുകൾ തന്നെയാണ്, അവരുടെ വാക്കുകളിലൂടെ തന്നെയാണ് ഞാൻ പറയുന്നത്. അവർ കേരള വിഷനോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ്റെ റോളാണ് ചന്ദ്രശേഖരൻ അവിടെ നിർവഹിച്ചതെന്നാണ് മിനു മുനീർ പറഞ്ഞത്. സ്വാഭാവികമായും അവരുടെ വാക്കുകളെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അവർ കൃത്യമായി ക്യാമറയ്ക്ക് മുന്നിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഫിജി. നിതിൻ പ്രഭാകരാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിനു മുനീർ ഇപ്പോൾ പുതിയൊരു ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നു. കേരള വിഷനോടാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതാവാണ്, സംസ്ഥാന പ്രസിഡന്റാണ് ശ്രീ വി എസ് ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ മിനു മുനീർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കൊച്ചി ബോൾഗാട്ടി പാലസിൽ വെച്ച് ഒരു പുതുമുഖ സംവിധായകന് മുന്നിൽ കൊണ്ടുവന്നു. അദ്ദേഹം മിനുവിനെ മോശമായ രീതിയിൽ ഇടപെട്ടു, സംസാരിച്ചു. അതിനുശേഷം ചന്ദ്രശേഖരൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ചന്ദ്രശേഖരൻ മിനുവിനെ അവിടെ ആക്കി കടന്നു കളയുകയായിരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് സ്ഥലം വിട്ടു പോവുകയായിരുന്നു. പിന്നെ മോശമായ രീതിയിലുള്ള പെരുമാറ്റം ഈ സൗദിയിൽ നിന്നെത്തിയ ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് മിനു പറയുന്നത്.